ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശിവദാസൻ തെക്കിനിയടുത്ത്. ലോകത്താകെ 4000-ഓളം മതങ്ങളുണ്ടെന്ന് പറയുന്നു. ക്രിസ്തുമതം, ഇസ്ലാം മതം, ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, യഹൂദമതം എന്നിവയാണ് അതിപ്രധാനപ്പെട്ടവ. ധാരാളം നല്ല തത്വങ്ങൾ ഇവയിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ക്രിസ്തുമതക്കാരുടെ ആധികാരിക ഗ്രന്ഥം ബൈബിളാണ്. ഖുർആൻ ഇസ്ലാം മതക്കാരുടെയും വേദങ്ങൾ ഹിന്ദുക്കളുടെയും ഗ്രന്ഥങ്ങളാണ്. ത്രിപിടകമാണ് ബുദ്ധമതക്കാരുടെ ഗ്രന്ഥം. ജൈനമതക്കാരുടെ ഗ്രന്ഥം അഗമയാണ്. ഹീബ്രു ബൈബിൾ യഹൂദമതക്കാരുടെ ആധികാരിക ഗ്രന്ഥമാണ്. സദാചാര തത്വങ്ങളെല്ലാം ഈ മതങ്ങളിൽ ഏകദേശം ഒരുപോലെയാണ്. മനുഷ്യർ സാൻമാർഗിക ജീവിതം നയിക്കാനും സമൂഹത്തിൽ സൗഹാർദ്ദപൂർണമായ ജീവിതം ഉണ്ടാകാനുമാണ് ഈ തത്വങ്ങളെല്ലാം മതങ്ങളിൽ ഉൾപ്പെടുത്തിയത്. ജനങ്ങളിൽ നീതിബോധം, ദയ തുടങ്ങിയ മൂല്യങ്ങൾ ഉണ്ടാകണമെന്നും മതസ്ഥാപകന്മാർ ആഗ്രഹിച്ചിരുന്നു. സ്നേഹം, ദയ, നീതി, സത്യം എന്ന 4 തത്വങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കണമെന്നാണ് ക്രിസ്തുമതം അനുയായികൾക്ക് നൽകിയ ഉപദേശം. അവനവനെ സ്നേഹിക്കുന്നത് പോലെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്നും ആ മതം അനുശാസിക്കുന്നു. ദുഃഖിതരെയും ദുർബലരെയും സഹായിക്കണം, നീതിക്ക് വേണ്ടി പോരാടണം, സമത്വ സുന്ദരമായ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നെല്ലാം ആ മതം ഉപദേശിക്കുന്നുണ്ട്. നീതി, സത്യസന്ധത, ദയ, സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത എന്നീ കാര്യങ്ങൾ പ്രധാന തത്വങ്ങളായി ഇസ്ലാം മതവും സ്വീകരിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ നീതിയും ആത്മാർത്ഥതയും പാലിക്കുക, സകല ജീവികളോടും ദയയോടെ പെരുമാറുക, മുതിർന്നവരെയും മാതാപിതാക്കളെയും ബഹുമാനിക്കുക, ദുർബലരെയും നിർഭാഗ്യവാന്മാരെയും സഹായിക്കുക, കൊടുത്ത വാഗ്ദാനം പാലിക്കുക, ജീവിതത്തിൽ മിതത്വം പാലിക്കുക, അക്രമവും അടിച്ചമർത്തലും ഒഴിവാക്കുക എന്നീ തത്വങ്ങൾ ഇസ്ലാം മതം അനുശാസിക്കുന്നു. അതുപോലെ തന്നെ ഹിന്ദു മതത്തിലും അനവധി നല്ല തത്വങ്ങൾ നല്ല ജീവിതത്തിനായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സത്യവും ധർമ്മവും ദയയും നീതിയും എല്ലാം അതിലുണ്ട്. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങൾ, സന്മാർഗത്തിലൂടെ ജീവിതം നയിക്കുമ്പോൾ ഉണ്ടാകുന്ന നല്ല സാമൂഹ്യ ജീവിതം എന്നീ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഹിന്ദുമതത്തിൽ വിശദീകരിക്കുന്നുണ്ട്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെയും ദ്രോഹിക്കാതിരിക്കൽ, ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും കർമ്മങ്ങൾ ചെയ്യുക എന്നീ കാര്യങ്ങളെല്ലാം ഹിന്ദുമതവും ഉപദേശിക്കുന്നു. ഇതുപോലെ മറ്റു മതങ്ങളിലും സാൻമാർഗിക ജീവിതത്തിന് വേണ്ട നിരവധി തത്വങ്ങളുണ്ട്. മതങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളിലും നല്ല ജീവിതത്തിനു വേണ്ട തത്വങ്ങൾ ഉണ്ടായിട്ടും സൗഹാർദ്ദത്തോടു കൂടിയ സാമൂഹ്യ ജീവിതം സാധ്യമാകാതെ വരുന്നത് എന്തുകൊണ്ടാണ്? സ്വാർത്ഥതയും അധികാരമോഹവുമുള്ള ഒരു വിഭാഗം ജനങ്ങൾ മതതത്വങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തെറ്റായി വ്യാഖ്യാനിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മതങ്ങളുടെയും ഉദ്ദേശം മനുഷ്യ നന്മയാണ്. എന്നാൽ എല്ലാ മതത്തിലുമുള്ള അനുയായികൾ ശരിയായ ജ്ഞാനമില്ലാത്തത് കൊണ്ടും ഭയം കൊണ്ടും പരസ്പര വൈരം വെച്ചു പുലർത്തുകയാണ്. മനുഷ്യരെല്ലാം ഒന്നാവേണ്ടവരാണെന്നും അവരുടെ അടിസ്ഥാനപരമായ താല്പര്യങ്ങളും ആവശ്യങ്ങളും ഒന്നാണെന്നുമുള്ള അറിവ് അവരിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ സമൂഹം ശരിയായ പുരോഗതിയിലേക്ക് എത്തുകയുള്ളൂ. ശിവദാസൻ തെക്കിനിയടുത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.